ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ടെലികോൺഫറൻസിങ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ് ആണ്. എന്താണ് ടെലികോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ് നിങ്ങൾക്കറിയോ? പറയൂ, എന്താണ് ടെലികോൺഫറൻസിങ്? വാട്ട് ഈസ് എ ടെലികോൺഫറൻസ്? എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. A teleconference is a telephone or video meeting between participants in two or more locations. അപ്പോൾ ഒന്നോ അതിലധികമോ ലൊക്കേഷനിൽ നിന്നുള്ള ആളുകളെ തമ്മിലുള്ള മീറ്റിംഗ്, വീഡിയോ അല്ലെങ്കിൽ ടെലിഫോൺ മീറ്റിങ്ങിനെയാണ് നമ്മൾ ടെലികോൺഫറൻസിംഗ് എന്ന് പറയുന്നത്. ടെലികോൺഫറൻസ് ആർ സിമിലർ ടു ടെലിഫോൺ കോൾസ്. അപ്പോൾ നമ്മുടെ സാധാ ടെലിഫോൺ കോൾസുമായിട്ട് സിമിലർ ആണ്, ബട്ട് ദേ ക്യാൻ എക്സ്പാൻഡ് ദ ഡിസ്കഷൻ ടു മോർ ദാൻ 2 പീപ്പിൾ. ഇപ്പോൾ സാധാരണ ടെലിഫോൺ കോൾ ആണെങ്കിൽ നമ്മൾ ഈ അറ്റത്തൊരാൾ നേരെ അപ്പുറത്തൊരാൾ, അല്ലേ? അങ്ങനെ 2 ആൾ തമ്മിലാണ് നമ്മൾ ഫോൺ കോൾസ് പറ്റുക. പക്ഷേ അതിന് സിമിലർ ആണ്. പക്ഷേ എന്താണ് ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു എക്സ്പാൻഡ് സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ 2-ലധികം ആളുകളെ തമ്മിൽ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. Teleconferences uses communications network technology to connect participants' voices. In many cases, speaker telephones are used for conference calls among the participants. A two-way radio system can also be used. In some areas, satellite enhancement of connection is desirable. A teleconferencing can also be defined simply as group communications through an electronic meeting. It is a generic term for linking people between 2 or more locations by electronics. അപ്പോൾ ടെലികോൺഫറൻസിങ്ങിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് ത്രൂ ഇലക്ട്രോണിക് മീറ്റിംഗ്. ഒരു ഇലക്ട്രോണിക് മീറ്റിങ്ങിലൂടെയുള്ള ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ടെലികോൺഫറൻസിംഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ജനറിക് ടേം ഫോർ ലിങ്കിങ് പീപ്പിൾ ബിറ്റ്വീൻ 2 or more locations by electronics. 2-ൽ കൂടുതൽ ലൊക്കേഷനിലുള്ള ആൾക്കാരെ ഒരു ഇലക്ട്രോണിക് വഴി നമ്മൾ നടത്തുന്ന മീറ്റിംഗ്, ഇലക്ട്രോണിക്കിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന മീറ്റിംഗ്. ഇനി നമുക്കിതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഹിസ്റ്ററി ഓഫ് ടെലികോൺഫറൻസിങ്, എന്നാണിത് വന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് 54 വർഷങ്ങൾക്ക് മുമ്പാണ്. അമേരിക്കൻ ടെലിഫോൺ ആൻഡ് ടെലഗ്രാഫ് ത്രൂ ഇറ്റ്സ് പിക്ചർ ഫോൺ ഡിവൈസ് ദ ബർത്ത് ഓഫ് ടെലികോൺഫറൻസിങ്. അപ്പോൾ അമേരിക്കൻ AT&T അവരുടെ അമേരിക്കൻ 1960 ആസ് എ വിഷൻ ഫ്രം അമേരിക്കൻ ടെലിഫോൺ ആൻഡ് ടെലഗ്രാഫ് AT&T എന്നുള്ളതിൻ്റെ അവരാണ് അവരുടെ പിക്ചർ ഫോൺ ഡിവൈസസിലാണ് ഈ ടെലികോൺഫറൻസിങ്ങിൻ്റെ ബർത്ത് എന്ന് പറയുന്നത്. At that time, travel was cheap and many people simply didn't understand that the picture phone would be a workplace-changing technology. It took 54 years and hundreds of millions of dollars spent on a fuel consumption for the idea that grew out of picture phone to become a real world everyday application embraced by millions of worldwide. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ട്രാവൽ വാസ് ചീപ്പ്, ട്രാവൽ ചെയ്യാനൊക്കെ വളരെ എന്താ പറയുക, മണി സ്പെൻഡ് കുറച്ച് വേണ്ടി വരുന്ന ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിക്ചർ ഫോണിൻ്റെ ഒക്കെ ഒരു ഇത് അവർക്ക് അതിൻ്റെ യൂസ് അത്രയ്ക്ക് ഇതായില്ല. ടൈപ്സ് ഓഫ് ടെലികോൺഫറൻസസ്. അപ്പോൾ ഇനി അതിൽ എത്ര തരം ടെലികോൺഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് 3 തരം ടെലികോൺഫറൻസിങ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഓഡിയോ ടെലികോൺഫറൻസ്, പിന്നെ വീഡിയോ ടെലികോൺഫറൻസ് ആൻഡ് കമ്പ്യൂട്ടർ ടെലികോൺഫറൻസ്. അപ്പോൾ ഏതൊക്കെയാണ് 3 ടെലികോൺഫറൻസുകൾ? ഓഡിയോ, വീഡിയോ ആൻഡ് കമ്പ്യൂട്ടർ. ഇനി ഓഡിയോ ടെലികോൺഫറൻസ് എന്താണെന്ന് നോക്കാം. വോയിസ് ഓൺലിയാണ് ഓഡിയോ ടെലികോൺഫറൻസ് എന്ന് പറയുന്നത്. സംടൈംസ് കാൾഡ് കോൺഫറൻസസ് കാളിംഗ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തും കൂടെ പറയാം, കോൺഫറൻസ് കാളിംഗ് എന്നും കൂടി പറയാം. ഇൻ്ററാക്റ്റീവ്ലി ലിങ്ക്സ് പീപ്പിൾ ഇൻ എ റിമോട്ട് ലൊക്കേഷൻ വയ ടെലിഫോൺ ലൈൻസ്. അപ്പോൾ ടെലിഫോൺ ലൈൻ ഉപയോഗിച്ചിട്ട് പീപ്പിൾസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓഡിയോ ബ്രിഡ്ജസ് ടൈ ഓൾ ലൈൻസ് ടുഗദർ. അപ്പോൾ ഓഡിയോ ബ്രിഡ്ജസ് ആണ് ഈ എല്ലാവരുടെയും ലൈനുകൾ തമ്മിലുള്ള ബന്ധിപ്പിക്കുന്നത്. മീറ്റിംഗ് ക്യാൻ ബി കണ്ടക്റ്റഡ് ബൈ ഓഡിയോ കോൺഫറൻസ്. അപ്പോൾ ഓഡിയോ കോൺഫറൻസ് വഴി നമ്മുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഓഡിയോ ടെലികോൺഫറൻസ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഇവിടെ പ്രീ പ്ലാനിങ് നെസസറി ആണ്. അതുപോലെ തന്നെ ആരാണ് നെയിമിങ് ദ ചെയർ, ആരാണതിന് എന്താ പറയുക, അതിൽ ആ കോൺഫറൻസിനെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കോൺഫറൻസിൽ എന്തെല്ലാം അജണ്ടകളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ, ഇതൊക്കെ പ്രീ പ്ലാൻഡ് ഇതിന് ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് വൺ, സെക്കൻഡ് ടൈപ്പാണ് വീഡിയോ കോൺഫറൻസിങ്. കമ്പൈൻസ് ഓഡിയോ ആൻഡ് വീഡിയോ ടു പ്രൊവൈഡ് വോയിസ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് വീഡിയോ ഇമേജസ്. അപ്പോൾ ടെലികോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ ടെലി കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയോ ആൻഡ് വീഡിയോ രണ്ടിൻ്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് വീഡിയോ കോൺഫറൻസ് എന്ന് പറയുന്നത്. വോയിസ് കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ തന്നെ ഇമേജസും കൂടെ, വീഡിയോ ഇമേജസും കൂടെ ആഡ് ചെയ്തിട്ട്. ക്യാൻ ബി വൺ വേ വീഡിയോ, two-way audio, or two-way video, two-way audio. It can display anything that can captured by a TV camera. ഒരു ടി വി ക്യാമറ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്ന എന്തും നമുക്കിതിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ദ അഡ്വാൻറ്റേജസ് ഈസ് capability to display moving images. One-way audio video systems, a common application, two-way audio video system, a common application is to show people which create a social presence that resembles face-to-face meeting and classes, and enables participants to see the facial expression and physical demeanor of participants at a remote sites. Graphics are used to enhance the understanding. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് പാർട്ടിസിപ്പൻസിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും എല്ലാം ഇതിലൂടെ കാണാനും കഴിയും. ഇതൊരു അത്തരമൊരു കോൺഫറൻസിങ്ങിൻ്റെ പിക്ചറാണ് കാണുന്നത്. വീഡിയോ കോൺഫറൻസിങ് ഈസ് ഓൾസോ ആൻ ഇഫക്റ്റീവ് വേ ടു യൂസ് വൺ ടീച്ചർ who teaches to a number of sites. It is very cost effective for classes which may have a small number of students enrolled in each site. അപ്പോൾ ഇത് ടീച്ചേഴ്സിന് വളരെ ഉപകാരമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം കുറച്ച് നമ്പറുള്ള കുട്ടികളാണെങ്കിൽ പോലും പല സൈറ്റിലായിട്ട് ഉള്ള കുട്ടികളെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ ഇതിലൂടെ കഴിയും. സ്മാൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് അറ്റ് ഈച്ച് സൈറ്റ്. In many cases, video conferencing enables the situations or a group of institutions to provide courses which would be cancelled due to low enrollment, or which could not be supported otherwise because of the cost of providing an instructor in an unusual subject area. Rural area benefit particularly from classes provided through video conferencing when they work in with a large metropolitan institution that has full-time faculty. ഇനി എന്താണ് കമ്പ്യൂട്ടർ ടെലികോൺഫറൻസിങ്? കോൺഫറൻസ് uses telephone lines to connect two or more computer and modems. അപ്പോൾ ടെലിഫോൺ ലൈൻ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിനെയും മോഡത്തെയും തമ്മിൽ രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറോ മോഡത്തെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട്. കമ്പ്യൂട്ടർ കോൺഫറൻസിങ് ഈസ് ആൻ എമർജിങ് ഏരിയ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. Small institutions offer credit programs completely by computer. Students receive text and workbook via mail. അപ്പോൾ കമ്പ്യൂട്ടർ കോൺഫറൻസിങ് നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ പ്രോഗ്രാംസ് ഇതിലൂടെ ഓഫർ ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ടെക്സ്റ്റും ബാക്കി വർക്ക് ബുക്കും ഒക്കെ നമുക്ക് മെയിൽ വഴി സെൻഡ് ചെയ്യുകയും ചെയ്യാം. Through common files assigned to a class which each student can access, teacher upload syllabi, lectures, grades and remarks. Students download these files, compose their assignments and remarks offline, then upload them to common files. അപ്പോൾ ഇതിലൂടെ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യുന്നു, സിലബസും അതുപോലെ തന്നെ ലെക്ചേഴ്സും ഗ്രേഡ്സും റിമാർക്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു. കുട്ടികളിത് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് ഓഫ്ലൈനായിട്ട് ഇരുന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. ദെൻ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. യൂസ് ഓഫ് ടെലികോൺഫറൻസിങ്. അപ്പോൾ നമ്മൾ എന്താണ് ടെലികോൺഫറൻസിങ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ 3 ടൈപ്സ് ഓഫ് ടെലികോൺഫറൻസസിനെ കുറിച്ചും പറഞ്ഞു. ഇനി ടെലികോൺഫറൻസിൻ്റെ യൂസസ് നോക്കാം. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ബിസിനസ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ്, ഗവേണൻസ്, മെഡിക്കൽ കോഴ്സസ്, സർവീസസ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഈ ടെലികോൺഫറൻസിങ് കൊണ്ട് ഹെൽപ്പുള്ള അല്ലെങ്കിൽ ഉപകാരമുള്ള എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ നേരത്തെ. എഡ്യൂക്കേഷൻ്റെ ഇതിലൂടെയുള്ള എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ടീച്ചേഴ്സിനൊക്കെ ഉള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ ടീച്ചേഴ്സിന് മാത്രമല്ല
അങ്ങനെ വിവിധ പ്രൊഫഷനിലൊക്കെ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ക്ലാസ്സസ് ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാം. പിന്നെ ബിസിനസ് കോർപ്പറേറ്റുകൾക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതിനെല്ലാം വേണ്ടി നമുക്ക് ടെലികോൺഫറൻസിങ് ഉപയോഗിക്കാം. വൈ യൂസ് എ ടെലികോൺഫറൻസ്? വൈ യൂസ് എ ടെലികോൺഫറൻസ്? മൂവ് ഇൻഫർമേഷൻ നോട്ട് പീപ്പിൾ, അല്ലേ? നമുക്ക് ഇൻഫർമേഷനാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞു രണ്ടോ അതിലധികമോ പ്ലേസസിലുള്ള ആൾക്കാരെ തമ്മിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു, അല്ലേ? ഇലക്ട്രോണിക് ഡെലിവറി ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ഫിസിക്കൽ മൂവിങ് പീപ്പിൾ ടു എ സൈറ്റ് വെദർ ഇറ്റ് ഈസ് എ ഫാക്കൾട്ടി മെമ്പർ ഓർ അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ഇലക്ട്രോണിക് ഡെലിവറി ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ഫിസിക്കൽ മൂവിങ് ഓഫ് എ പീപ്പിൾ ടു എ സൈറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഇൻസ്ട്രക്ടറോ ഫാക്കൾട്ടിയോ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനേക്കാട്ടിലും അവരൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിവരങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ അങ്ങനെയൊക്കെ എന്ത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നടത്താൻ പറ്റും. അതുപോലെ തന്നെ സേവ് ടൈം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ട അല്ലെങ്കിൽ എന്താ പറയുക, ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ അല്ലേ കുറയ്ക്കാം. അതുപോലെ തന്നെ സേവ് ടൈം. നമ്മുടെ അവിടെ എത്തുന്ന, ഇപ്പോൾ ഇവിടുന്ന് ഒരു മറ്റൊരു ജില്ലയ്ക്ക് പോകണമെങ്കിൽ അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ അത്രയും സമയം നമുക്ക് അവിടെ പോവുകയാണ്. പക്ഷേ ഇവിടെ സേവ് ടൈം, കാരണം എവിടെയും പോകണ്ട, നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ ഇത് നടത്താം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കണ്ടന്റ് പ്രസൻസ് ബൈ one or many sources is received in many places simultaneously and instantly. Travel is reduced, resulting in more productive time. Communication is improved and meetings are more efficient. It adds a competitive edge that face-to-face meeting do not. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ട്രാവൽ ഈസ് റെഡ്യൂസ്ഡ്. ട്രാവൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാവലിങ്ങിൻ്റെ ടൈം അവിടെ നമുക്ക് എന്താണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ ഇതിലൂടെ സംഘടിപ്പിക്കാനും ഒക്കെ കഴിയും. ലോ കോസ്റ്റാണ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാവലിങ്ങിൻ്റെ കോസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ മീൽസ്, ലോഡ്ജിങ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. Are reduced by keeping employees in the office, speeding up product development cycles, improving performance through frequent meeting with timely informations. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഏതൊരു എംപ്ലോയി ആണെങ്കിലും അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ എവിടെയും ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ്, ലോഡ്ജ്, താമസം എല്ലാം നമുക്ക് ചിലവാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആക്സസിബിൾ ത്രൂ എനി ലൊക്കേഷൻ സൈറ്റ് ഇൻ ദി വേൾഡ്. ലോകത്തെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇത് നടത്താം. ലാർജർ ഓഡിയൻസസ്, മോർ പീപ്പിൾ ക്യാൻ അറ്റൻഡ്. ദ ലാർജർ ദ ഓഡിയൻസ് ദ ലോവർ ദി കോസ്റ്റ് പെർ പേഴ്സൺ. അപ്പോൾ എന്താണ്, ഒരുപാട് പാർട്ടിസിപ്പൻസിനെ നമുക്കിതിൽ ഓഡിയൻസിനെ നമുക്ക് ഉൾപ്പെടുത്താം. അഡാപ്റ്റബിൾ ആണ്. നെക്സ്റ്റ് ഒരു യൂസ് ആണ്, അഡാപ്റ്റബിൾ ആണ്. യൂസ്ഫുൾ ഫോർ ബിസിനസ് അസോസിയേറ്റ്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഡിസ്കസ്, ഇൻഫോം, ട്രെയിൻ, എഡ്യൂക്കേറ്റ് ഓർ പ്രസൻറ്റ്. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് ഫ്ലെക്സിബിൾ ആണ്. വിത്ത് എ റിമോട്ട് റിസീവ് ഓർ ട്രാൻസ്മിറ്റ് ട്രക്ക്, എ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് സൈറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് എനിവർ. ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് ആക്സസിബിൾ ആണ്. Security, signals can be encrypted when it is necessary. Encryptions prevents outside viewers. അപ്പം എൻക്രിപ്ഷൻസ് ഉപയോഗിച്ചിട്ട് അപ്പോൾ അത് ഔട്ട്സൈഡ് വ്യൂവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഡ്രോബാക്സ് ഓഫ് ടെലികോൺഫറൻസിങ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് നോക്കാം. Technical issues. In a teleconferencing situation, equipment might break down, bringing the operation to a halt. This can lead to delay and can be detrimental to a business, especially if a meeting is urgent. അപ്പോൾ ചിലപ്പോൾ അർജൻറ്റായിട്ട് നടത്തേണ്ട ഒരു മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്,
നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുള്ള അതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഒക്കെ വെക്കേണ്ട സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഒന്നും കണക്ഷൻ ശരിയാവാതെ ഉള്ള പ്രശ്നങ്ങൾ വരും. While video conferencing does enhance many presentations with the chart, model and graph, if technical problems occur like poor sound quality, unclear video or interrupted connections, its usage may do more harm than good. Moreover, participants might not be comfortable handling the equipment. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വീഡിയോ കോൺഫറൻസിൻ്റെ കാര്യം പറഞ്ഞു, വീഡിയോ ടെലികോൺഫറൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ അങ്ങനത്തെ സമയത്ത് നമ്മുടെ ചാർട്ടും മോഡൽസും ഗ്രാഫും ഒക്കെ ക്ലിയർ ആവാതെ വരിക, അല്ലെങ്കിൽ സൗണ്ട് ക്ലിയർ ആവാതെ വരിക, അതൊക്കെ വരുമ്പോൾ അത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. എക്സ്പെൻസീവ് ഫോർ സ്മാൾ കമ്പനീസ്. ചെറിയ കമ്പനികൾക്ക് ഇത് എക്സ്പെൻസീവാണ്, കോസ്റ്റ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞു, എങ്കിൽ പോലും എക്സ്പെൻസീവ് ഫോർ സ്മാൾ കമ്പനീസ്. The equipment's cost and dial-up plans are often considered expensive by some companies. It is not suitable for small companies who have a group of workers and clients situated nearby. Unnecessary meetings. Since teleconferences are touted as saving people time and expenditure, meeting might be held more often than necessary. അപ്പോൾ അതാണ് ടെലികോൺഫറൻസിങ് എന്ന് പറയുന്നത്. എനി ഡൗട്ട് അബൌട്ട് ടെലികോൺഫറൻസ്? അപ്പോൾ ടെലികോൺഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വാട്ട് ഈസ് ടെലികോൺഫറൻസിങ്? ടെലിഫോൺ ഓർ വീഡിയോ മീറ്റിംഗ് ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസ് ഇൻ 2 or more ലൊക്കേഷൻസ്. അപ്പോൾ ഒന്നോ അതിലധികമോ ലൊക്കേഷനിൽ നിന്നുള്ള പീപ്പിൾസിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ മീറ്റിംഗ് അല്ലെങ്കിൽ ടെലിഫോൺ മീറ്റിംഗ് ആണ് ടെലികോൺഫറൻസിങ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഹിസ്റ്ററി 1954 കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു ബർത്ത് നമ്മൾ പറഞ്ഞു. 54 വർഷങ്ങൾക്ക് മുമ്പ് 1960കളിൽ നിന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ടൈപ്സ് ഓഫ് ടെലികോൺഫറൻസിങ് ആണ്, ടെലികോൺഫറൻസസ് ആണ്. ഫസ്റ്റ് വൺ ഓഡിയോ ടെലികോൺഫറൻസ്, സെക്കൻഡ് വൺ വീഡിയോ ടെലികോൺഫറൻസ്, പിന്നെ കമ്പ്യൂട്ടർ ടെലികോൺഫറൻസ്. പിന്നെ അതിൻ്റെ യൂസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഡ്രോബാക്സും പറഞ്ഞു. അപ്പോൾ എനി ഡൗട്ട്? അപ്പോൾ വീഡിയോ കോൺഫറൻസിങ് മനസ്സിലായെങ്കിൽ നമുക്ക് ടെലികോൺഫറൻസിങ് മനസ്സിലായെങ്കിൽ നമുക്ക് വീഡിയോ കോൺഫറൻസിങ്ങിലേക്ക് പോകാം. എന്താണ് വീഡിയോ കോൺഫറൻസിങ്? നമ്മൾ ഓൾറെഡി ടെലികോൺഫറൻസിങ്ങിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ടെലികോൺഫറൻസിങ്ങും വീഡിയോ കോൺഫറൻസിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? എന്താണ് തമ്മിലുള്ള വ്യത്യാസം? വീഡിയോ കോൺഫറൻസിങ് in its most basic form is the transmission of image or video and speech back and forth between 2 or more physically separated locations. അപ്പോൾ ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ അല്ലേ, അവിടെ വീഡിയോ കോൺഫറൻസിങ് ഈസ് മോസ്റ്റ് ബേസിക് ഫോം ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമേജസ് വീഡിയോസിൻ്റെ അതുപോലെ തന്നെ ഓഡിയോസിൻ്റെയൊക്കെ ട്രാൻസ്മിഷൻ തന്നെയാണ് പറയുന്നത്. വീഡിയോ കോൺഫറൻസിൻ്റെ കോമ്പോണൻസ്. അപ്പോൾ ഇതിന് കുറച്ച് കോമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ക്യാമറ വേണം, ടു ക്യാപ്ചർ ആൻഡ് സെൻഡ് വീഡിയോ ഫ്രം യുവർ ലോക്കൽ എൻഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് വീഡിയോയും അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ ക്യാമറ വേണം. വീഡിയോ ഡിസ്പ്ലേസ്, ടു ഡിസ്പ്ലേ വീഡിയോ റിസീവ്ഡ് ഫ്രം റിമോട്ട് എൻഡ് പോയിൻറ്റ്സ്. പിന്നെ മൈക്രോഫോൺ, ടു ക്യാപ്ചർ ആൻഡ് സെൻഡ് ഓഡിയോ ഫ്രം യുവർ ലോക്കൽ എൻഡ് പോയിൻറ്റ്. സ്പീക്കേഴ്സ്, ടു പ്ലേ ഓഡിയോ റിസീവ്ഡ് ഫ്രം റിമോട്ട് എൻഡ് പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ ഇത്രയും ആണ് വീഡിയോ കോൺഫറൻസിൻ്റെ കമ്പോണൻസ്. നമുക്ക് അറിയാം, വീഡിയോ ആകുമ്പോൾ നമുക്ക് ക്യാപ്ചർ ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ സൗണ്ടൊന്നും ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ നടക്കണ്ടേ. അപ്പോൾ അത് കേൾക്കാൻ അപ്പോൾ ഓഡിയോ വേണം, വീഡിയോ വേണം, അത് ക്യാപ്ചർ ചെയ്യാൻ ക്യാമറ വേണം, മൈക്രോഫോൺ കേൾക്കാൻ സ്പീക്കേഴ്സ് വേണം, ഇതെല്ലാം വേണം. ടു വേ വീഡിയോ കോൺഫറൻസിങ്, പോയിൻറ്റ് ടു പോയിൻറ്റ് വീഡിയോ കോൺഫറൻസിങ്, മൾട്ടി പോയിൻറ്റ് വീഡിയോ കോൺഫറൻസിങ്. അപ്പോൾ
ടു വേ വീഡിയോ കോൺഫറൻസിങ് ആണ്. ഫസ്റ്റ് എന്താ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ, പോയിൻറ്റ് ടു പോയിൻറ്റ് വീഡിയോ കോൺഫറൻസിങ്, പോയിൻറ്റ് ടു പോയിൻറ്റ് അത്രേ ഉള്ളൂ. നെക്സ്റ്റ് മൾട്ടി പോയിൻറ്റ് വീഡിയോ കോൺഫറൻസിങ്, അവിടെ എന്താണ് മൾട്ടി, പീപ്പിളിൻ്റെ എണ്ണം കൂടി. പോയിൻറ്റ് ടു പോയിൻറ്റ് എ വീഡിയോ കോൺഫറൻസ് ദാറ്റ് കണക്ട് ടു ലൊക്കേഷൻസ്, രണ്ട് ലൊക്കേഷൻസിനെ മാത്രം തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണ് പോയിൻറ്റ് ടു പോയിൻറ്റ്. ചിത്രത്തിൽ നോക്കുക, രണ്ട് ലൊക്കേഷനെ കണക്ട് ചെയ്തിട്ട്. ഇനി ഈച്ച് സൈഡ്സ് സീസ് ആൻഡ് ഹിയേഴ്സ് ദി അതർ സൈഡ് അറ്റ് ഓൾ ടൈംസ്. അപ്പോൾ രണ്ട് സൈഡ്സ് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയം അല്ലെങ്കിൽ എല്ലാ സമയവും കേൾക്കാൻ പറ്റും. ഇനി മൾട്ടി പോയിൻറ്റ് കോൺഫറൻസിങ് എന്ന് പറയുന്നത് പോയിൻറ്റ് ടു മൾട്ടി പോയിൻറ്റ്, ഒരു പോയിൻറ്റ് മൾട്ടി പോയിൻറ്റ്. എ കോൺഫറൻസസ് ദാറ്റ് connect to more than two sites through a use of multi-point control unit or MCU. അപ്പോൾ MCU അതാണ് മൾട്ടി പോയിൻറ്റ് കൺട്രോൾ യൂണിറ്റ്. അത് ഉപയോഗിച്ചിട്ട് എന്താ പറയുക, രണ്ടിലധികം സൈറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. പാർട്ടിസിപ്പൻസ് അറ്റ് ഓൾ സൈറ്റ് ക്യാൻ ഹിയർ വൺ അതർ അറ്റ് ഓൾ ടൈംസ് ആൻഡ് സീ ദി സൈറ്റ് ദാറ്റ് ഈസ് കറൻ്റ്ലി സ്പീക്കിംഗ്. അപ്പോൾ എല്ലാവർക്കും കേൾക്കാം, അതുപോലെ തന്നെ ആരാണോ കറൻ്റ്ലി സ്പീക്ക് ചെയ്യുന്നത് അവരെ എല്ലാവർക്കും വിസിബിളും ആയിരിക്കും. ഇനി ബെനിഫിറ്റ്സ് ഫോർ വീഡിയോ കോൺഫറൻസിങ്, എന്തൊക്കെയാണ് വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്ന് നോക്കാം. ക്യാൻ ഇംപ്രൂവ് വർക്ക് ക്വാളിറ്റി, നമ്മുടെ വർക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, റെഡ്യൂസ് ട്രാവൽ കോസ്റ്റ്, നമ്മൾ ടെലികോൺഫറൻസിങ്ങിൻ്റെ പറഞ്ഞപ്പോഴും പറഞ്ഞു ട്രാവൽ കോസ്റ്റിൻ്റെ കാര്യം, ഇവിടെയും അത് തന്നെയാണ്. നമ്മൾ എവിടെയാണോ അവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാം. നമുക്ക് ഏതൊക്കെ ലൊക്കേഷൻസിനെയാണ് അതിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് അത്തരമൊരു വീഡിയോ കോൺഫറൻസിങ് സംഘടിപ്പിക്കാം. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻസ്, ഗ്രൂപ്പ് ക്യാൻ മീറ്റ് മോർ ഫ്രീക്വൻ്റ്ലി. Critical meetings can be convenient in less time. More faculty and staff can be involved. അപ്പോൾ ഇതിൽ നമുക്ക് ചില മീറ്റിങ്ങിൽ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റായിക അല്ലെങ്കിൽ സമയത്ത് പോകാൻ പറ്റായിക ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ വീഡിയോ കോൺഫറൻസിങ് ആകുമ്പോൾ നമുക്ക് ഉള്ളിടത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപയോഗിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ആബ്സെൻസ് ഓഫ് QoS, quality of service, provides virtually no guarantee of a satisfying and successful experience. നമുക്കറിയാം എത്രയൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ട്രോണിക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഓഫ് സർവീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആബ്സെൻസിൽ നമുക്കത് അത്രയും സക്സസ്ഫുൾ ആവില്ല. Through the technology is improving, a successful video conference is dependent upon the connections and technologies at all of the participant site and the network infrastructure security issues. അപ്പോൾ നമ്മൾ ഇതന്നെ മെയിനായിട്ടൊരു ലിമിറ്റേഷൻ എന്ന് പറയാനുള്ളത് കണക്ഷൻ പ്രോബ്ലം ഒക്കെ വന്ന ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ കണക്ഷൻ പ്രോബ്ലം വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസും പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലായോ ടെലികോൺഫറൻസിങ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ്. ടെലികോൺഫറൻസിങ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ്. എനി ഡൗട്ട്? അപ്പോൾ വീഡിയോ കോൺഫറൻസിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞു. അത് രണ്ട് ടൈപ്പാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. വൺ വേ വീഡിയോ കോൺഫറൻസിങ് അതെന്ന് പറയുന്നത് ടു വേ വീഡിയോ കോൺഫറൻസിങ് രണ്ട് തരത്തിലാണുള്ളത്. പോയിൻറ്റ് ടു പോയിൻറ്റ് വീഡിയോ കോൺഫറൻസിങ്ങും മൾട്ടി പോയിൻറ്റ് വീഡിയോ കോൺഫറൻസിങ്ങും ആണ്. അപ്പോൾ പോയിൻറ്റ് ടു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൊക്കേഷനേ ഉണ്ടാവുള്ളൂ അല്ലേ. മൾട്ടി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികം ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ ബെനിഫിറ്റ്സ് പറഞ്ഞു. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ക്യാൻ ഇംപ്രൂവ് വർക്ക് ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻസ് ഇംപ്രൂവ് ചെയ്യും, പിന്നെ റെഡ്യൂസ് ട്രാവൽ കോസ്റ്റ്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ക്രിട്ടിക്കൽ മീറ്റിംഗ് ക്യാൻ കൺവീനിയൻറ്റ് ഇൻ ലെസ് ടൈം, അങ്ങനെ പറഞ്ഞു. ലിമിറ്റേഷൻസ് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ്
ടെലികോൺഫറൻസിങ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ്ങിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കിയിട്ട് വരണം. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇതെന്താണ് ഉള്ളതിനെക്കുറിച്ചും കൂടി ഒരു ഇത് ചെയ്തിട്ട് വരാം.